ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ? എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആതിരപ്പള്ളി വഴി വാൽപ്പാറയ്ക്ക് ടൂർ പോവാട്ടോ. ഒരു 6:15 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ബസ്സിലാണ് പോണത്. പിന്നെ നമ്മൾ നൈബേഴ്സായിട്ടാട്ടോ ടൂറ് പോണത്. നമ്മളുടെ വീടിന് ഒരു കോമ്പൗണ്ടിൽ 5 വീടാട്ടോ ഉള്ളത്. ഞങ്ങൾ ഈ 5 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഇല്ല, ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നെയ്ബേഴ്സ് എല്ലാവരും. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ആതിരപ്പള്ളി കേട്ടോ. മഴയ്ക്ക് കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ ഉള്ളിലേക്ക് കയറണം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. മഴയെന്ന് കരുതി വല്ലാതെ തിരക്ക് കുറവൊന്നുമില്ല, കുറച്ചൊക്കെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെള്ളച്ചാട്ടം നല്ല ശക്തിയായിട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനും. നമ്മളതേ ജസ്റ്റ് വെള്ളത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ടോ, കാലൊക്കെ ഒന്ന് കഴുകാന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും വന്നതല്ലേ, വെള്ളം തൊടണ്ടേ. അപ്പം നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഇതേ പോലീസ് വന്നു കേട്ടോ. കാരണം മുകളിൽ നല്ല മഴ പെയ്യാണ്, അപ്പോൾ വെള്ളത്തിന് നല്ല ഒഴുക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെള്ളത്തിൻ്റെ അവിടെ നിന്നൊക്കെ മാറ്റി അവർ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ നല്ലൊരു വെയിലും വന്നു. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് അത് പോവുകയും ചെയ്തു. നല്ല മഴക്കാറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ താഴത്തേക്കൊന്നും പോകാൻ തന്നില്ല കേട്ടോ. വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ താഴത്തേക്കൊക്കെ പോയി. ഞങ്ങൾ വേഗം അവിടെ നിന്ന് കയറി. ബസ് കുറച്ച് ദൂരെ കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതേ ബസ്സിനടുത്തേക്ക് പോവാണ്. നമ്മൾ പോണ വഴിയിലേക്ക് കടകളൊന്നും അധികം തുറന്നിട്ടൊന്നുമില്ല. മഴ ആയതുകൊണ്ടാണോ അറിയില്ല, ചില കടകളൊക്കെ തുറന്നിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു. ഞങ്ങളൊക്കെ ഒന്ന് നന്നായി നനയുകയും ചെയ്തു. പിന്നെ ഇതേ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. അടുത്തത് നമ്മൾ പോണത് വാഴച്ചാലാണ്. ഞാനൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കാരണം ആകെ നനവൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര മടി.
വീണ്ടും ഒന്ന് നനയാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേരൊന്നും ഇറങ്ങിയില്ല. ചിലരൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി കണ്ടിട്ട് പോകുന്നു കേട്ടോ. അടുത്തത് നമ്മൾ വാൽപ്പാറയ്ക്കാണ് പോണത്. ഇതേ വാൽപ്പാറയ്ക്ക് പോണ വഴികളാട്ടോ. നല്ല കോട ഇറങ്ങിയിട്ട് നല്ല ഭംഗി തന്നെയായിരുന്നു കാണാൻ. മഴയാണെങ്കിൽ പോലും നമുക്ക് നല്ല കോടയൊക്കെ കാണാൻ പറ്റി. നമ്മൾ പോണ വഴിയിലൊക്കെ നല്ല സ്പോട്ടുകൾ കണ്ടപ്പോഴൊക്കെ അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. ഒരു എന്താ പറയുക, നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാറ്റും ഒക്കെ കൂടി നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. കാരണം കോടൊക്കെ ഇറങ്ങണത് കാണുമ്പോൾ നല്ല ചന്തം തന്നെയായിരുന്നു. കോട നല്ല മഴയുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു പോണ വഴികളൊക്കെ കേട്ടോ. കാരണം കാറ്റ് കാരണമൊന്നും നമുക്ക് നിൽക്കാൻ തന്നെ പറ്റണ്ടായിരുന്നില്ല. അത്രയും തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചതാട്ടോ. പിന്നെ നമുക്കിതേ നമ്മൾ മലക്കപ്പാറ എന്നൊരു സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ 5 മണിക്കായാണ്. ഇതുവരെ നമ്മൾ വേറൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ വരുന്ന വഴികളിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളാട്ടോ ഉള്ളത്. വലിയ റെസ്റ്റോറൻറ്റിൽ കയറാച്ചിട്ടല്ല, എങ്കിൽ കൂടി ചെറിയ ചെറിയ ഹോട്ടലുകളാണെങ്കിലും നമുക്കത് വലിയ വൃത്തിയുള്ളതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല. പിന്നെ എല്ലാവർക്കും അത്രയ്ക്കും വിശപ്പായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ തട്ടുകട പോലെ ഉണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ ഓംലേറ്റ്, ചിലർ മാഗി, അങ്ങനെയുള്ളതൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ. വേറെ ഐറ്റംസ് ഒന്നും നമ്മളങ്ങനെ കഴിക്കാൻ നിന്നില്ല കേട്ടോ. സത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ സ്പോട്ടിലേക്ക് ഒന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും നേരെ ഒരുപാടായിണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ തിരിച്ച് ആ വഴി അങ്ങനെ പൊള്ളാച്ചി കൂടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരാട്ടം ഉണ്ടായത്. നമുക്ക് ടൈം കിട്ടിയില്ല നല്ലപോലെ, അതാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാത്രി ഫുള്ള് നമ്മൾ വണ്ടി കിടന്ന് ഉറങ്ങൽ തന്നെയായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.